ഒരാള് പണിഞ്ഞു വീണത് അയാൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ആദ്യം ആ കിടക്കുന്ന ആളെന്ത് ചെയ്യാം, അയാളെ റെസ്പോൺസ് നോക്കണം. ഓക്കെ, ഒരു അപകട സ്ഥലത്തേക്കാണ് പോകണമെങ്കിൽ ആദ്യം നമ്മളെ സേഫ്റ്റി നോക്കാം. അയാൾ എടുത്തിട്ട് പോകുമ്പോ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ കിടക്കുന്ന ആളൊന്ന് വിളിച്ചു നോക്കാം. ഈ ആൾക്ക് എന്ത് പറ്റി നമുക്കറിയില്ലല്ലോ. ഹലോ ഹലോ അറിയോക്കെ ഈ കിടക്കുന്ന ആൾ വിളിക്കാം, സാർ ഇത് പറ്റിയെന്ന് ചോദിക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ അടിച്ചിട്ട് ആള് മിണ്ടുന്നില്ല. അതിന് അർത്ഥം എന്താ? അത് പോയിന്നല്ല, പക്ഷെ റെസ്പോൺസ് ഇല്ല. ഇനി നമ്മൾ ചെയ്യുന്നത് ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ഒരാളെ ഡ്യൂട്ടി എടുക്കുക, ഒരു ആംബുലൻസ് വിളിക്കണോട്ടോ എന്ന് പറഞ്ഞത് ഒരാൾക്ക് ഡ്യൂട്ടി കൊടുക്കുക. എന്നാലേ അവിടേക്ക് ആംബുലൻസ് വരുള്ളൂ. ഓക്കെ, ഇനി ചെയ്യുന്നത് അയാൾക്ക് പൾസ് ഉണ്ടോ ബ്രീത്ത് ഉണ്ടോ നോക്കാം. എങ്ങനെ നോക്കാം? അല്ല, ഒരാൾക്ക് പൾസ് നോക്കേണ്ട കഴുത്തിലാണ്. ഓക്കെ, കരോട്ടിൽ പൾസ് ആണല്ലോ, നമ്മളെ കഴുത്തിൽ പൾസ് നോക്കാം. അതോടൊപ്പം അയാളെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു നോക്കാം. അപ്പൊ ഈ ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു നോക്കണം. അപ്പൊ ഈ ചെസ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് ചെസ്റ്റ് ഇങ്ങനെ റൈസ് ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ, നമുക്ക് ശ്വാസം കിട്ടും. പക്ഷെ പൾസ് നോക്കാൻ നമുക്ക് അറിയണം നിർബന്ധമൊന്നുമില്ല, കാരണം നമുക്ക് അറിയില്ല. പക്ഷെ ഈ ചെസ്റ്റ് ഇങ്ങനെ ഇളകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, ശ്വാസം. ഓക്കെ, പക്ഷെ ഇളകുന്നില്ലെങ്കിൽ ശ്വാസം ഇല്ല. ശ്വാസമില്ലെങ്കിൽ ഉറപ്പായിട്ട് അയാളെ ഹൃദയം നിൽക്കും. ഹൃദയം നിന്ന് കഴിഞ്ഞാൽ അയാളെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നിൽക്കും. അതായത് തലച്ചോറിലേക്ക് രക്തം വരില്ല. അങ്ങനെ എന്ത് ചെയ്യും, ആള് മരണത്തിലേക്ക് പോകും. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് പൾസ് ഉണ്ടോ ബ്രീത്ത് ഉണ്ടോ നോക്കുക. പൾസും ബ്രീത്തും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അയാളെ ഹൃദയത്തിന്റെ മുകളിൽ അമർത്തി കൊടുക്കുക. അപ്പൊ ഈ ഹൃദയത്തിന്റെ മുകളിൽ അമർത്തി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അയാളെ തലച്ചോറിലേക്ക് എന്ത് ബ്ലഡ് ഫ്ലോ റീസ്റ്റാർട്ട് ആവും. അങ്ങനെ ബ്രെയിൻ ലൈവ് ആവും. ഇങ്ങനെ ലൈവ് ആക്കിയത് അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നമുക്ക് എന്ത് ചെയ്യും, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളെ ഹൃദയം എവിടെയാണെന്ന് അറിയണം. അല്ലെ, ഈ വരുന്ന ആൾക്ക് CPR എങ്ങനെ ചെയ്യണമെന്ന് അറിയണം. അപ്പൊ ഹൃദയം എവിടെയുള്ള സത്യത്തില് സ്കൂളിൽ പഠിച്ചത് എവിടെയാണ്? അതായത് ചിലപ്പോ ഇടത് വശത്താണ് ധരിച്ചിട്ടുണ്ടാവും. നമ്മൾ ഹൃദയം ഉള്ളത് കറക്റ്റ് സെന്ററിലാണ്. മൂക്കുന്ന പൊക്കിലേക്കുള്ള ലൈന് നിപ്പിൾ ടു നിപ്പിൾ ലൈന് വിളിച്ച ഒരു പ്ലസ് കിട്ടുന്നത്. ഇവിടെയാണ് നമ്മളെ ഹൃദയം ഉള്ളത്, ലോവർ ഹാഫ് ഓഫ് ദി സ്റ്റേണം. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാം, കൈ വെച്ചിട്ട് അമർത്തുന്നത്. ഇവിടെ നമ്മളെ കൈയുടെ ഹീൽ ഭാഗം, ഈ ടീമുള്ള കൈയിലാണോ ആ ഹീൽ ഭാഗം നേരെ എന്ത് ചെയ്യാം, ഹൃദയത്തിന് മുകളിൽ വെക്കുക. ഈ കൈ കൊണ്ട് ലോക്ക് ചെയ്യാം. എന്നിട്ട് നേരെ എന്ത് ചെയ്യാം, അയാൾ ഫേസിലേക്ക് നോക്കണം. കാരണം അയാൾ എന്തെങ്കിലും റെസ്പോൺസ് കാണിക്കണ്ടോ, അയാൾ കണ്ണ് തുറക്കണം നോക്കണ്ടേ. എന്ത് ചെയ്യാം, 30 പ്രാവശ്യം ചെസ്റ്റ് കംപ്രഷൻ ചെയ്യാം. 1 2 3 4 5 6 7 എന്ന് ചെയ്യാം. 30 പ്രാവശ്യം ചെയ്യാം. ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുട്ട് കുത്തി എന്നിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ബോഡി വെയിറ്റ് വരണം. അത്ര വെയിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കംപ്രഷൻ നടക്കും. എന്നിട്ട് എന്ത് ചെയ്യാം, 2 പ്രാവശ്യം അയാൾ വായിലോട്ട് പറ്റാൻ ഊതി കൊടുക്കാം. ബ്രീത്ത് കൊടുക്കേണ്ടത് ഹെഡ് നിന്ന് ചില്ലെന്ന് നമർത്തി വായും കാര്യം മുന്നോട്ട് ഉയർത്തി എന്ത് ചെയ്യാം, വായിലോട്ട് 2 പ്രാവശ്യം ഊതി കൊടുക്കാം. 2 പ്രാവശ്യം ഇങ്ങനെയാണ് CPR സിസ്റ്റം. 30 പ്രാവശ്യം ചെയ്യാം, 2 പ്രാവശ്യം ബ്രീത്ത് കൊടുക്കാം. ഈ ബ്രീത്ത് കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ 30 പ്രാവശ്യം അമർത്തിക്കൊണ്ട് ചെയ്യാം, നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടാം. 30 2 ഇങ്ങനെ 5 സൈക്കിൾ ചെയ്യാം. ഈ 5 സൈക്കിൾ ചെയ്തതിന് ശേഷം വീണ്ടും ചെയ്യാം. പൾസുമ്പോ ബ്രീത്ത് ഉണ്ടോ കഴിയില്ല, വീണ്ടും ചെയ്യാം. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന വരെ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ബ്രെയിൻ ലൈവാക്കി അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ആള് മരണത്തിലേക്ക് പോകും.